ിലേക്ക് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കടുംവെട്ടിൽ നടപടിയെടുക്കാതെ സർക്കാർ. റിപ്പോർട്ടിലെ പ്രധാന ഭാഗങ്ങൾ വെട്ടിമാറ്റിയതിൽ അന്വേഷണമില്ല. സാംസ്കാരിക വകുപ്പ് ചട്ടവിരുദ്ധമായി ഒഴിവാക്കിയത് 11 ഖണ്ഡികകളാണ്. 5 പേജുകൾ ഒഴിവാക്കിയത് ചട്ടവിരുദ്ധമായിട്ടാണെന്നും ഒഴിവാക്കിയ പേജുകൾ ആവശ്യപ്പെട്ട അപേക്ഷയിൽ മറുപടിയുമില്ല. റിപ്പോർട്ട് ബ്രേക്കിംഗ് റോഷിപാൽ നൽകും വിശദാംശങ്ങൾ. റോഷിപാൽ, ഇതിപ്പോൾ വെട്ടി അതിനുശേഷം എന്താണ് സർക്കാരിന് ഇതിൽ നടപടിയെടുക്കാൻ തീരുമാനമെടുക്കാൻ വൈകുന്നതിന്റെ പ്രധാന കാരണം? എന്തുകൊണ്ടാണ് ഇതിലൊരു കാരണം? മൊത്തത്തിൽ പ്രതിരോധത്തിലായിരിക്കുകയാണ് സർക്കാർ ഈ വിഷയത്തിൽ. പിന്നെ ഇങ്ങനെയൊരു വിഷയം അത് സമൂഹത്തിൽ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾക്ക് ഇടയാക്കിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് എന്തുകൊണ്ടാണ് സർക്കാരിന് നടപടിയെടുക്കാൻ കഴിയാതെ പോകുന്നത്? അതിന്റെ കാരണം? ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കഴിഞ്ഞ തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 2:30 പുറത്തു വന്നതിന് ശേഷമാണ് ഈ റിപ്പോർട്ടിലെ പ്രധാനപ്പെട്ട 11 ഖണ്ഡികകൾ അത് ബോധപൂർവം ഒഴിവാക്കി, ചട്ടവിരുദ്ധമായി ഒഴിവാക്കി എന്ന കാര്യം നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടത്. 23 രാവിലെ 7:50 ഈ വിവരം പുറത്തേക്ക് വിടുന്നതും റിപ്പോർട്ടർ ഈ വാർത്ത പുറത്തുവിട്ടതിന് ശേഷം നമ്മൾ ആ വാർത്തയ്ക്ക് പിന്നാലെ പോകുന്നതിനൊപ്പം തന്നെ ഇതിൻ്റെ തുടർ നിയമ നടപടികളിലേക്ക് കടക്കുകയും ചെയ്തു. നേരിട്ട് ഈ സാംസ്കാരിക വകുപ്പ് ഈ റിപ്പോർട്ടിൻ്റെ പകർപ്പ് സൂക്ഷിക്കുന്ന അതിൻ്റെ കസ്റ്റോഡിയൻ ഡെപ്യൂട്ടി സെക്രട്ടറിയെ സമീപിക്കാൻ ശ്രമിച്ചു. അവർ നമ്മുടെ പരാതി പോലും സ്വീകരിക്കാൻ തയ്യാറായില്ല. പിന്നീട് സാംസ്കാരിക വകുപ്പ് ജോയിന്റ് സെക്രട്ടറി ഈ പബ്ലിക് ഇൻഫർമേഷൻ്റെ അപ്പീൽ അധികാരി കൂടിയായ ജോയിന്റ് സെക്രട്ടറി സന്തോഷിനെ സമീപിക്കുന്നു. അവിടെ നമ്മൾ അപ്പീൽ നൽകുന്നു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 97 മുതൽ 107 വരെയുള്ള ഈ ജസ്റ്റിസ് ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ടിലെ പാരഗ്രാഫുകൾ, ഈ പാരഗ്രാഫുകൾ ഒഴിവാക്കുമെന്ന് നേരത്തെ തന്നെ അറിയിച്ചിരുന്നില്ല. അത് അപേക്ഷകനായ ഞാനുൾപ്പെടെയുള്ളവരെ ഇത് അറിയിക്കാതെ ചട്ടവിരുദ്ധമായി അത് മാറ്റിയതിൻ്റെ കാരണമാണ് ഇപ്പോഴും വ്യക്തമാകാത്തത്. പരാതി സാംസ്കാരിക വകുപ്പിന് നൽകിയിട്ടും ഈ പരാതിയിൽ ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല. 2-ാം ദിവസമാവുകയാണ്. ഈ പരാതി നൽകിയിട്ട് 2 ദിവസം പിന്നിടുമ്പോഴും ഈ ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ചട്ടവിരുദ്ധമായി അത് ഒഴിവാക്കിയ സംഭവത്തിൽ ഇപ്പോഴും അതിൽ ഒരു അന്വേഷണമോ അതിൽ നടപടിക്കോ തയ്യാറാകുന്നില്ല. ഈ സംഭവത്തിൽ ഉദ്യോഗസ്ഥന്മാരുടെ തലയിൽ അത് വെച്ചുകൊണ്ട് രാഷ്ട്രീയ പ്രത്യേകിച്ച് മന്ത്രിയടക്കം അതിൻ്റെ ഉത്തരവാദി ഉദ്യോഗസ്ഥനാണ് എന്ന രീതിയിലാണ് നേരത്തെ പ്രതികരിച്ചത്. ഏതായാലും ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തുകൊണ്ടാണ് സർക്കാർ ഇപ്പോഴും ഈ കാര്യത്തിൽ ഒരു അന്വേഷണത്തിന് തയ്യാറാകാത്തത് എന്ന ചോദ്യമാണ്. കാരണം സ്ത്രീകൾ, സിനിമാ മേഖലയിൽ സ്ത്രീകൾ തുടർച്ചയായി ഏറ്റ ആക്രമണങ്ങൾ, അവർ തുടർച്ചയായി പീഡനം അനുഭവിച്ചു, വേട്ടയാടലിൻ്റെ വിധേയമായി. ഈ സംഭവങ്ങളൊക്കെ നടക്കുമ്പോൾ ആ വിവരങ്ങൾ മുഴുവൻ പുറത്തു വരുമ്പോൾ ആ വിവരങ്ങൾ ഉൾപ്പെടുന്ന ഭാഗങ്ങളിലെ ഒരു 11 പേജ് നിയമവിരുദ്ധമായി ഒഴിവാക്കിയെന്നതാണ്. നേരത്തെ കഴിഞ്ഞ മാസം 24-നായിരുന്നു റിപ്പോർട്ട് പുറത്തുവിടാൻ കമ്മീഷണർ ഉത്തരവിട്ടത്. ആ കമ്മീഷണറുടെ ഉത്തരവ് നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായി കമ്മീഷണർ കൃത്യമായി ഉത്തരവിൽ പറഞ്ഞിരുന്നു ഏതൊക്കെ ഭാഗങ്ങൾ ഒഴിവാക്കുന്നു എന്നത് കൃത്യമായി അറിയിക്കണമെന്ന്. കമ്മീഷണർ ഒഴിവാക്കാൻ ആവശ്യപ്പെട്ടത് 21 പാരഗ്രാഫുകളായിരുന്നു. അതിനു പുറമെ ആകെ 129 പാരഗ്രാഫുകൾ ആണ് ഇപ്പോൾ സാംസ്കാരിക വകുപ്പ് ഈ ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിട്ടപ്പോൾ ഒഴിവാക്കിയത്. സത്യത്തിൽ അത് 118 പാരഗ്രാഫുകൾ മാത്രം ഒഴിവാക്കുമെന്നായിരുന്നു ഞാനുൾപ്പെടെ അപേക്ഷ നൽകിയവരെ അറിയിച്ചത്. അത് കൃത്യമായി ഒഴിവാക്കുന്ന പാരഗ്രാഫുകൾ, ഒഴിവാക്കുന്ന സെൻറ്റൻസുകൾ, ഒഴിവാക്കുന്ന പേജുകൾ ഉൾപ്പെടെ രേഖപ്പെടുത്തി അത് രേഖാമൂലം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ റിപ്പോർട്ട് കൈവശമെത്തുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 11 പാരഗ്രാഫുകൾ 5 പേജുകൾ ഒഴിവാക്കിയതായി ശ്രദ്ധയിൽപ്പെടുന്നു. അതിനൊപ്പം തന്നെ 96-ാം പേജ്, ആ 96-ാം പേജ് ഒഴിവാക്കണമെന്ന നിർദ്ദേശമുണ്ടായിരുന്നു ഈ കമ്മീഷണറുടെ ഭാഗത്ത്. പക്ഷേ അത് കൃത്യമായി നിർവഹിക്കപ്പെട്ടില്ല. അതും കൂടെ ഉൾപ്പെടുത്തിയാണ് പുറത്തുവിട്ടത്. പക്ഷെ അതിന് പകരം കമ്മീഷണർ പറയാത്ത, സാംസ്കാരിക വകുപ്പ് നേരത്തെ അറിയിക്കാത്ത പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഒഴിവാക്കി. ഇത് ആരെ രക്ഷപ്പെടുത്താനാണ്? പവർ ഗ്രൂപ്പിനെ രക്ഷപ്പെടുത്താനാണോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. അത്തരം ആരോപണങ്ങൾ ഇതിനോടകം സൂചിപ്പിക്കുന്നത് പോലെ തന്നെ വെട്ടിമാറ്റിയ ഈ പ്രസക്ത ഭാഗങ്ങൾ എന്ന് പറയുന്നത് ഒരുപക്ഷെ ഈ വേട്ടക്കാരുടെ മുഖം മൂടി ചിലപ്പോൾ വലിച്ചു കീറുന്നതാകും, കൂടുതൽ വെളിപ്പെടുത്തൽ ഉണ്ടാകാവുന്ന ഒരു ഭാഗം കൂടിയാണെന്നതിൽ തർക്കമില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്ന സാഹചര്യമാണ്. കാരണം ഇന്നലെ രഞ്ജിത്തിനെതിരെ പോലും ഇത്രയധികം ആരോപണങ്ങൾ ഉയർന്നിട്ട് പോലും വളരെ വൈകിയ ഒരു നടപടിയിലേക്ക് സർക്കാർ കടക്കുന്ന കാഴ്ച, പ്രതിഷേധങ്ങൾക്കൊടുവിൽ വളരെ വൈകിയ ഒരു നടപടിയിലേക്ക് സർക്കാർ കടക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. ഇപ്പോൾ വേട്ടക്കാർക്കെതിരെ നടപടിയെടുക്കാൻ സർക്കാർ ഒരു തിടുക്കവുമില്ല എന്ന് തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത്?
ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് 2019 ഡിസംബർ 31 സർക്കാരിനെ ഏൽപ്പിച്ചെങ്കിലും ആ റിപ്പോർട്ട് പുറത്തുവിടുന്നതിൽ സർക്കാരിന് ഒരു വൈമനസ്യമുണ്ടായിരുന്നു എന്ന യാഥാർത്ഥ്യമാണ്. അതിന് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കൊടുത്ത് 1.5 മാസത്തിന് ശേഷം നൽകിയ ഒരു കത്താണ് ഇത് പുറത്തുവിടാതിരിക്കാനുള്ള ഒരു കാരണമായി സർക്കാർ ഉയർത്തി കാണിച്ചത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അവിടെ സർക്കാരിന് കൊടുത്തു കഴിഞ്ഞാൽ, അത് കൈമാറി കഴിഞ്ഞാൽ ആ കമ്മിറ്റിയുടെ നിലനിൽപ്പ് തന്നെ ഇല്ലാതായി. അങ്ങനെയുള്ള സാഹചര്യത്തിൽ 1.5 മാസത്തിന് ശേഷം നൽകിയ ആ ഒരു കത്ത്, റിപ്പോർട്ട് പുറത്തുവിടരുതെന്ന് ആവശ്യപ്പെട്ടുള്ള കത്തിന് എന്താണ് പ്രസക്തി എന്ന ചോദ്യവുമുണ്ട്. പിന്നീട് വിവരാവകാശ കമ്മീഷണർ ഈ കത്ത് പുറത്തുവിടരുതെന്ന് ആവശ്യപ്പെട്ടു, ഈ റിപ്പോർട്ട് പുറത്തുവിടുന്ന ആവശ്യപ്പെട്ടു. അതുകൊണ്ടാണ് റിപ്പോർട്ട് ഞങ്ങൾ പുറത്തുവിടാതിരുന്നത് സർക്കാർ വിശദീകരണം. അതിനുശേഷം ഈ സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ റിപ്പോർട്ട് കൈമാറാൻ ആവശ്യപ്പെട്ടിട്ടും നിയമ തടസ്സമുണ്ടായിട്ട് പോലും ഒരു ഘട്ടത്തിൽ റിപ്പോർട്ട്, നിയമ തടസ്സമില്ലാത്ത സാഹചര്യത്തിലും ഒരു റിപ്പോർട്ട് പുറത്തുവിടാനുള്ള നടപടിയെടുക്കുന്നതിൽ ഒരു വൈമനസ്യം സർക്കാരിന്റെ ഭാഗത്തുണ്ടായി. അങ്ങനെയാണ് നമ്മൾ വീണ്ടും വിവരാവകാശ കമ്മീഷണറെ സമീപിക്കുകയും ആ വിവരാവകാശ കമ്മീഷണറുടെ കൃത്യമായ ഇടപെടൽ മൂലം ഒടുവിൽ തിങ്കളാഴ്ച ഈ റിപ്പോർട്ട് പുറത്തു വരുന്ന സാഹചര്യമായിരുന്നു. ഈ കഴിഞ്ഞ ശനിയാഴ്ച തന്നെ റിപ്പോർട്ട് പുറത്തുവിടാനുള്ള ഒരു തീരുമാനമാണ് ഉണ്ടായിരുന്നതെങ്കിലും അത് ആർക്കോ വേണ്ടി ആ തീരുമാനം മാറ്റുന്ന ഒരു സാഹചര്യമാണ്, അത് നമ്മൾ കണ്ടതാണ്. ഏതായാലും ഈ സാഹചര്യത്തിൽ സർക്കാരിൻ്റെ ഇപ്പോഴത്തെ നിലപാട് സംശയാസ്പദമാണെന്ന് പറയാതെ വയ്യ. കാരണം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ഈ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഒഴിവാക്കിയതിൻ്റെ കാരണം വ്യക്തമല്ല. എന്തുകൊണ്ടാണ് അത് അറിയിക്കാതെ ആ ഭാഗങ്ങൾ ഒഴിവാക്കിയത് എന്ന ചോദ്യമുണ്ട്. ആ ചോദ്യത്തിൻ്റെ ഉത്തരം നൽകേണ്ടത് സാംസ്കാരിക വകുപ്പാണ്. അതിനൊപ്പം തന്നെ ഇങ്ങനെ ഈ പേജുകൾ ഒഴിവാക്കിയത് അത് തെറ്റാണെന്ന് മന്ത്രിമാർ തന്നെ വിശദീകരിക്കുമ്പോൾ ആ പേജുകൾ ഒഴിവാക്കിയ ആരാണെങ്കിൽ അവരെ കണ്ടെത്തി അവർക്കെതിരെ നടപടി സ്വീകരിക്കാനോ അല്ലെങ്കിൽ ഈ വിഷയത്തിൽ ഒരു അന്വേഷണം നടത്താനോ ഇതുവരെ സർക്കാർ തയ്യാറായിട്ടില്ല എന്നതാണ് മറ്റൊരു കാര്യം. വ്യക്തമാണ്. റോഷിപാലാണ് വിശദാംശങ്ങൾ നൽകിയത്. എന്തായാലും ഈ സാംസ്കാരിക വകുപ്പ് ചട്ടവിരുദ്ധമായി ഒഴിവാക്കിയത് 11 ഖണ്ഡികകളാണ്. അതിൽ നിർണായകമായിട്ടുള്ള കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ടാകുമെന്നും ആരെ സംരക്ഷിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത് എന്നുള്ളൊരു ചോദ്യം കൂടി.